നെയ്മർ ജൂനിയർ ബ്രസീലുകാരുടെ സ്വന്തം സുൽത്താൻ താരം രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് റിട്ടയർമെന്റ് ഇന്ന് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുന്നു. സാന്റോസ് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചിരുന്നു 4-2. ആ മത്സര ശേഷം നെയ്മറോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, 2030 ഫിഫ വേൾഡ് കപ്പ് കളിക്കാൻ താങ്കളുണ്ടാവുമോ? എടുത്ത വഴിക്ക് നെയ്മർ ഉത്തരം പറഞ്ഞു, "ഞോ, ഞാൻ ഉണ്ടായിരിക്കുകയില്ല." പിന്നെ താരം കൂട്ടിച്ചേർത്തു, "എന്റെ രാജ്യാന്തര തലത്തിലുള്ള കാലാവധി അവസാനിച്ചിരിക്കുന്നു. ഞാൻ എന്റെ ജീവനും രക്തവും എല്ലാം ഞാൻ ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. ഞാൻ മാക്സിമം എഫേർട്ട് എടുത്ത് അവിടെ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചരിത്രം കുറിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് പടിയിറങ്ങുകയായി. ഇനി ഞാൻ അത്രത്തോളം ആപ്റ്റ് അല്ല രാജ്യത്തിന് വേണ്ടി കളിക്കാൻ എന്നുള്ള കാര്യത്തിൽ ഞാൻ 100% ഉറപ്പിച്ചിരിക്കുന്നു. സോ വിച്ച് മീൻസ് നെയ്മർ ജൂനിയർ ഈസ് ഗോയിങ് ടു ബി റിട്ടയർഡ്. ഇനി ഉണ്ടായിരിക്കുകയില്ല." താരം പക്ഷേ പടിയിറങ്ങുമ്പോൾ ഒരുപടി റെക്കോർഡുകൾ ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടി നേടിയിട്ടാണ് ഇറങ്ങുന്നത്. ചരിത്രങ്ങൾ. താരമാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ ബ്രസീലിന് വേണ്ടി നേടിയിരിക്കുന്നത്, 80 ഗോളുകൾ. താരം മൊത്തം ബ്രസീലിന് വേണ്ടി മത്സരിച്ചിരിക്കുന്നത് 130 കളികൾ. അതിൽ നിന്ന് 80 ഗോളുകളും 59 അസിസ്റ്റുകളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോള് നേടിയിരിക്കുന്നത് നെയ്മർ ജൂനിയർ, മറികടന്നിരിക്കുന്നത് സാക്ഷാൽ ഇതിഹാസം പെലെ. അതുപോലെ തന്നെ അസിസ്റ്റിന്റെ കാര്യത്തിലും നെയ്മർ ജൂനിയർ തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, 59 അസിസ്റ്റുകൾ. അടുത്തുപോലും വേറൊരു പ്ലേയേഴ്സ് ഇല്ല എന്നതാണ് ആ താരത്തിന് അത്രയധികം പ്രിയപ്പെട്ടതാക്കുന്നത്. എനിവേ, നെയ്മർ ആദ്യമായി ബ്രസീൽ നാഷണൽ ടീമിന് ഒരു ട്രോഫി മാത്രമേ ഇല്ലാതിരുന്നത് എന്നുള്ളൂ. അതൊന്ന് മാത്രമാണ്, ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ. അത് നെയ്മർ ജൂനിയർ നേടിക്കൊടുത്തിട്ടുണ്ട്. ജർമ്മനിയെ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചുകൊണ്ടാണ് നെയ്മർ ജൂനിയർ അത് നേടിക്കൊടുത്തത്. നമ്മൾ ആരും ആ നിമിഷം മറക്കുകയില്ല. അതുപോലെ തന്നെ 2013 കോൺഫെഡറേഷൻ കപ്പ്, അതും നമ്മൾ ആരും മറക്കാൻ വഴിയില്ല. അന്ന് അജൈരായി വന്ന സ്പെയിന് മുട്ടുകുത്തിച്ചത് നെയ്മറും സംഘവും. ടിക്കി ടാക്ക എന്നതിന് അവസാനം വാക്കായി മാറിയത് അന്ന് ബ്രസീലായിരുന്നു. അതാരും ആരാധകർ ഒരിക്കലും മറക്കാത്ത മത്സരങ്ങളിൽ ഒന്നായിരിക്കും അത്. അതുപോലെ എത്ര മൂമെന്റുകൾ നെയ്മർ, നമുക്കറിയാം കൊളംബിയക്കെതിരെ 2014 വേൾഡ് കപ്പിൽ നെയ്മർ ഇഞ്ചുറി ഏറ്റ് വീണില്ലായിരുന്നെങ്കിൽ ഇന്നും 2014 വേൾഡ് കപ്പ് ബ്രസീൽ നേടിയാനെ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ബ്രസീൽ ആരാധകർ. കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് പ്ലെയർ ആയിരുന്നു അന്ന് ആ വേൾഡ് കപ്പിലെ നെയ്മർ ജൂനിയർ. സോ എനിവേ, നെയ്മർ പടിയിറങ്ങുകയായി. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റാത്തത് ഇനി വരുന്ന തലമുറയെ കൊണ്ട് ഒരു വേൾഡ് കപ്പും കൂടി നേടാൻ സാധിക്കട്ടെ എന്ന ആശംസയും കൂടി അദ്ദേഹം ഈ ഒരു സമയം അറിയിക്കുന്നുണ്ട്. സോ അദ്ദേഹം എന്തായാലും റിട്ടയർഡായി. സോ നമുക്ക് എന്താ പറയാ, ഹാറ്റ്സ് ഓഫ് ടു നെയ്മർ ജൂനിയർ. കാരണം ഇത്ര നാള് നമ്മുടെ ചൈൽഡ്ഹുഡൊക്കെ അതിമനോഹരമാക്കാൻ സഹായിച്ചതിൽ ഏറ്റവും വലിയ പങ്കുവച്ചൊരു പ്ലെയറാണ് നെയ്മർ. സോ അദ്ദേഹം വിട പറയുകയാണ് രാജ്യാന്തര ടീമിനോട്. ക്ലബിൽ തുടരുന്നതായിരിക്കും. സോ വിഷമമുണ്ട് നമുക്ക് ഈ വാർത്ത ചെയ്യുമ്പോൾ. എന്നിരുന്നാലും അദ്ദേഹം കറക്റ്റ് സമയത്താണ് റിട്ടയർമെന്റ് എടുത്തതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പരിക്കുകൾ അത്രയധികം വേട്ടാടിയ വേറൊരു പ്ലെയറെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. സോ ഇറ്റ് വുഡ് ബി എ കറക്റ്റ് ഡിസിഷൻ. കാരണം പുതിയ തലമുറ വരട്ടെ, അവർ മത്സരിക്കട്ടെ, കപ്പടിക്കട്ടെ.